എപ്പോഴും ഒരേപോലെയുള്ള മുട്ടക്കറി ഉണ്ടാക്കിയും കഴിച്ചും മടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ബ്രദറായിട്ട് വരും ഈ കറി. ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇതിൻ്റെ ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് പുഴുങ്ങി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളി എടുത്തിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം ചെറുതാക്കണം കേട്ടോ. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെറുതാക്കിക്കോ. എന്നിട്ട് ഇതാ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, സോക്ക് ചെയ്തിട്ടുള്ള നട്ട്സ് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ പാൻ ചൂടായി അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇട്ട് ഏലക്കായും പിന്നെ പട്ടയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം ഇതും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സവാളയും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നിട്ട് നല്ലപോലെ വഴറ്റി അതൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ആ പൊടികളൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർക്കുമ്പോൾ ഒരു ലൈറ്റ് മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുക. കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കറി റെഡിയാട്ടോ.